മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്ര സംഗ്രഹം പാർട്ട് 2. ടോപ്പിക്: നെഞ്ചു പിളർന്ന സംഭവം. സഅദ് കുടുംബത്തിൽ കഴിച്ചുകൂട്ടുന്നതിനിടയിൽ 4 വർഷം പിന്നിട്ടപ്പോൾ ഹൃദയഭേദന സംഭവം നടന്നു. ഇബ്നു ഇസ്ഹാഖിൻ്റെ അഭിപ്രായമനുസരിച്ച് ഏതാനും മാസങ്ങൾക്കു ശേഷം മുസ്ലിം അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഈ സംഭവം റിപ്പോർട്ട് ചെയ്യുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൂട്ടുകാരുടെ കൂടെ കളിച്ചുകൊണ്ടിരിക്കെ ജിബ്രീൽ പ്രത്യക്ഷപ്പെട്ടു. അദ്ദേഹത്തെ പിടിച്ചു. അതോടെ അദ്ദേഹം ബോധരഹിതനായി. എന്നിട്ട് നെഞ്ച് പിളർത്തി ഹൃദയം പുറത്തെടുത്ത് അതിൽ നിന്ന് ഒരംശം പുറത്തു കളഞ്ഞു. ജിബ്രീൽ പറഞ്ഞു, ഇത് പിശാചിൻ്റെ അംശമാണ്. പിന്നീടത് സ്വർണ്ണത്തളികയിൽ സംസം വെള്ളം കൊണ്ട് കഴുകി തുന്നിച്ചേർത്ത് പൂർവ്വസ്ഥിതിയിൽ സ്ഥാപിച്ചു. കുട്ടികൾ പോറ്റുമ്മയുടെ അടുക്കലേക്ക് മുഹമ്മദ് വധിക്കപ്പെട്ടു എന്നു പറഞ്ഞുകൊണ്ട് ഓടി. അവർ വന്നപ്പോൾ അദ്ദേഹം വിവർണനായി നിൽക്കുന്നതാണ് കണ്ടത്. ആ തുന്നിയ പാട് അവിടുത്തെ മാറിൽ കണ്ടിരുന്നുവെന്ന് അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു. ഈ സംഭവത്തോടെ ഹലീമ ഭയപ്പെട്ടു. കുട്ടിയെ മാതാവിൻ്റെ അടുക്കലേക്ക് തന്നെ മടക്കി. 6 വയസ്സുവരെ കുട്ടി മാതാവിൻ്റെ കൂടെ കഴിഞ്ഞു. ആമിന ദിവംഗതനായ തൻ്റെ ഭർത്താവിൻ്റെ യഥ്രിബിലേക്കുള്ള ഖബർ സന്ദർശിക്കാൻ തീരുമാനിച്ചു. അത് അദ്ദേഹത്തിൻ്റെ സ്മരണ പുതുക്കാനുള്ള അവസരമായി അവൾ കണ്ടു. ഏകദേശം അങ്ങനെ 500 കിലോമീറ്റർ താണ്ടി അവളും അനാഥ ബാലനും ദാസ്യ ഉമ്മു ഐമനും സംഘം നേതാവ് അബ്ദുൽ മുത്തലിബും അവിടെ എത്തി. 1 മാസത്തിന് ശേഷം മടങ്ങി. മടക്കയാത്രയിൽ ആമിന രോഗിണിയായി. മക്കയ്ക്കും മദീനയ്ക്കും ഇടയിൽ അബുവാബ് എന്ന സ്ഥലത്ത് വെച്ച് അവർ മരിച്ചു. നെക്സ്റ്റ് ടോപ്പിക്: വത്സലനായ പിതാമഹൻ. അബ്ദുൽ മുത്തലിബ് പൗത്രനെയും കൊണ്ട് മക്കയിലേക്ക് മടങ്ങി. അദ്ദേഹത്തിൻ്റെ മനസ്സ് തൻ്റെ പൗത്രനോടുള്ള അനുകമ്പയാൽ വികസിച്ചു. നേരത്തെ ഏറ്റ മുറിവിൻ്റെ വടുക്കലിത ഒരു പുതിയ മുറിവും കൂടി ഏറ്റിരിക്കുന്നു. തൻ്റെ ഒരു മക്കളോടുമില്ലാത്ത ആർദ്രത അബ്ദുൽ മുത്തലിബിന് ഈ അനാഥ ബാലനോടുണ്ടായി. വിധി അടിച്ചേൽപ്പിക്കപ്പെട്ട ഏകാന്തതയിലേക്ക് അവനെ വിടാതെ തൻ്റെ മറ്റു സന്തതികളേക്കാൾ അവന് സ്ഥാനം നൽകി. ചരിത്രകാരനായ ഇബ്നു ഹിഷാം പറയുന്നു, അബ്ദുൽ മുത്തലിബിന് കഅബയുടെ ഓരത്ത് ഒരു വിരിയുണ്ടായിരുന്നു. അദ്ദേഹത്തോടുള്ള ആദരവ് കാരണം മക്കളാരും അതിൽ കയറി ഇരിക്കാറില്ല. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വലിയ കുട്ടിയായപ്പോൾ അതിൽ കയറി ഇരുന്നിരുന്നു. ഇതു കണ്ടപ്പോൾ പിതൃ സഹോദരന്മാർ അദ്ദേഹത്തെ വിലക്കുമ്പോൾ അബ്ദുൽ മുത്തലിബ് അവരോട് പറയും, എൻ്റെ മോനെ നിങ്ങൾ വിട്ടേക്കുക, അവൻ എന്തോ ചില പ്രത്യേകതകളുണ്ട്. എന്നിട്ട് തൻ്റെ കൂടെ ഇരുത്തി അദ്ദേഹം മുതുക് തടവുകയും കളികൾ കണ്ട് സന്തുഷ്ടി രേഖപ്പെടുത്തുകയും ചെയ്യും. 8 വർഷവും 2 മാസവും 10 ദിവസവും പ്രായമായപ്പോൾ തൻ്റെ വത്സനായ പിതാമഹനും വിട പറഞ്ഞു. തൻ്റെ മരണത്തിന് മുൻപ് പൗത്രൻ്റെ സംരക്ഷണ ചുമതല പിതൃ സഹോദരൻ അബൂ ത്വാലിബിനെ ഏൽപ്പിച്ചിരുന്നു. തൻ്റെ സഹോദരപുത്രനോടുള്ള ബാധ്യത പൂർണ്ണമായി തന്നെ അബൂ ത്വാലിബ് നിറവേറ്റി. സ്വന്തം മക്കളുടെ കൂടെ അവരെക്കാൾ പ്രാധാന്യത്തിൽ അദ്ദേഹം കുട്ടിയെ വളർത്തി. 40 വർഷത്തിലധികം സംരക്ഷിക്കുകയും പ്രതിരോധിക്കുകയും സംവദിക്കുകയും ചെയ്തുകൊണ്ട് തൻ്റെ സഹോദരപുത്രനെ അദ്ദേഹം സഹായിച്ചു. ഇതിൻ്റെ വിശദാംശങ്ങൾ പിന്നീട് വരുന്നതാണ്. ജൽഹത്ത് ഇബ്നു ഉർഫിത്വയിൽ നിന്ന് ഇബ്നു അസ്സാഖിർ ഉദ്ധരിക്കുന്ന ഒരു സംഭവം നോക്കുക. അദ്ദേഹം പറഞ്ഞു, കടുത്ത വരൾച്ചയുള്ള ഒരു കാലത്ത് ഞാൻ മക്കയിൽ വന്നു. ഖുറൈശികൾ അബൂ ത്വാലിബിനോട് പറഞ്ഞു, അബൂ ത്വാലിബ്, ആകെ വരൾച്ച ബാധിച്ചിരിക്കുന്നു, മക്കൾ പട്ടിണിയിലുമായിരിക്കുന്നു, നമുക്ക് പോയി മഴയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കാം. അബൂ ത്വാലിബ് സൂര്യനെ പോലെ വെട്ടിത്തിളങ്ങുന്ന ഒരു കുട്ടിയെയുമായി വന്നു. അവൻ്റെ മീതെ മേഘം തണലിടുന്നു. അവർ 2 പേരും കഅബയുടെ ചുമര് ചാരി പ്രാർത്ഥിച്ചു. മേഘശൂന്യമായ ആകാശം മേഘങ്ങളാൽ നിറഞ്ഞു. അല്പസമയത്തിനു ശേഷം മഴ കുത്തിച്ചൊരിയുകയും ചെയ്തു. താഴ്വരകളും പട്ടണങ്ങളും വെള്ളമൊഴുകി എല്ലായിടത്തും പച്ചപ്പ് പ്രത്യക്ഷപ്പെട്ടു. നെക്സ്റ്റ് ടോപ്പിക്: ബഹീറ പുരോഹിതൻ. നബി തിരുമേനിക്ക് 12 വയസ്സായിരുന്ന കാലത്ത് അബൂ ത്വാലിബ് അദ്ദേഹത്തെയും കൊണ്ട് കച്ചവടാവശ്യാർത്ഥം ഷാമിലേക്ക് പുറപ്പെട്ടു. ഷാമിലെ ബസ്ര എന്ന സ്ഥലത്തെത്തിയപ്പോൾ ബഹീറ എന്നറിയപ്പെടുന്ന ഒരു പാതിരിയുമായി കണ്ടുമുട്ടി. യഥാർത്ഥ പേര് ജോർജസ്. സാർഥവാഹക സംഘം അവിടെ ഇറങ്ങിയപ്പോൾ അവരെ അദ്ദേഹം സ്വീകരിച്ചു.
അവർക്ക് ആതിഥ്യമരുളി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചില ലക്ഷണങ്ങളിലൂടെ തിരിച്ചറിഞ്ഞപ്പോൾ പുരോഹിതൻ അദ്ദേഹത്തെ കൈപിടിച്ചുകൊണ്ട് പറഞ്ഞു, ഇത് ലോക നേതാവാണ്. സർവ്വലോകത്തിനും കാരുണ്യമായി അള്ളാഹു നിയോഗിക്കുന്നത് ഇദ്ദേഹത്തെയാണ്. അബൂ ത്വാലിബ് ചോദിച്ചു, താങ്കൾക്ക് എങ്ങനെ അറിയാം? അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ അഖബയിൽ നിന്ന് പുറപ്പെട്ടത് മുതൽ വൃക്ഷങ്ങളും കല്ലുകളും സുജൂദിൽ വീഴുന്നു. ഒരു നബിക്ക് വേണ്ടിയല്ലാതെ ഇങ്ങനെ സംഭവിക്കില്ല. അദ്ദേഹത്തിൻ്റെ ചുമലിന് താഴെയുള്ള പ്രവാചകത്വ മുദ്ര എനിക്കറിയുകയും ചെയ്യാം. ഇത് ഞങ്ങളുടെ വേദഗ്രന്ഥത്തിൽ നിന്ന് അറിഞ്ഞതാണ്. ജൂതന്മാരെ ഭയന്ന് ബാലനെ ഷാമിലേക്ക് കൊണ്ടുപോകാതെ നാട്ടിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുപോകണമെന്ന് അബൂ ത്വാലിബിനോട് ആവശ്യപ്പെടുകയും ചെയ്തു. അദ്ദേഹം തൻ്റെ ചില സേവകന്മാരുടെ കൂടെ അബൂ ത്വാലിബ് അദ്ദേഹത്തെ മക്കയിലേക്ക് മടക്കി. നെക്സ്റ്റ് ടോപ്പിക്, ഫിജാർ യുദ്ധം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് 20 വയസ്സ് പ്രായമായ കാലത്ത് ഖുറൈശും കിനാനയും ഒരു ഭാഗത്തും ഖൈസ് ഐലാൻ മറുഭാഗത്തുമായി നടന്ന യുദ്ധമാണ് ഫിജാർ. ഖുറൈശ് കിനാന ഗോത്രങ്ങളിൽ പൊതുസമ്മതനെന്ന നിലക്ക് ഹർബ് ബിൻ ഉമയ്യയായിരുന്നു സൈന്യാധിപൻ. യുദ്ധത്തിൻ്റെ 1-ാം ഘട്ടത്തിൽ ഖൈസ് കക്ഷിക്കായിരുന്നു വിജയമെങ്കിലും 2-ാം ഘട്ടത്തിൽ തിരിച്ചടിയായി. ബനു കിനാനയിലെ ബറാദ് എന്നൊരാൾ ഖൈസ് ഐലാനിലെ 3 പേരെ വധിച്ചതായിരുന്നു യുദ്ധത്തിന് കാരണം. പിന്നീട് സന്ധിയുണ്ടാക്കി യുദ്ധം അവസാനിപ്പിച്ചു. വിശുദ്ധ മാസങ്ങളുടെ പവിത്രത ലംഘിച്ചതുകൊണ്ടാണ് ഇതിന് ഹർബുൽ ഫിജാർ അഥവാ അധാർമിക യുദ്ധം എന്നു പേര് വന്നത്. തൻ്റെ പിതൃ സഹോദരന്മാർക്ക് അമ്പെടുത്തു കൊടുത്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ യുദ്ധത്തിൽ സഹകരിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ടോപ്പിക്, ഹിൽഫുൽ ഫുദൂൽ. ഈ യുദ്ധത്തെ തുടർന്നാണ് ഹിൽഫുൽ ഫുദൂൽ വിശിഷ്ടരുടെ സഖ്യം രൂപപ്പെടുന്നത്. യുദ്ധം നിഷിദ്ധമായ മാസങ്ങളിലൊന്നായ ദുൽഖഅദയിലായിരുന്നു ഇത്. ഇതിലേക്ക് ഖുറൈശ് ഗോത്രത്തിലെ ഉപശാഖകളായ ഹാഷിം, മുത്തലിബ്, അസദ് ബിൻ അബ്ദുൽ ഉസ്സ, സഹ്റത്ത് ബിനു കിലാബ്, തൈമ് ബിൻ മുറ എന്നിവർ ക്ഷണിക്കപ്പെട്ടിരുന്നു. ഇവരെല്ലാം ആദരണീയരും വയോധികനുമായ അബ്ദുല്ലാഹി ബിൻ ജദ് അൻ്റെ വസതിയിൽ സമ്മേളിക്കുകയും സ്വദേശിയോ വിദേശിയോ ആരായാലും മക്കയിൽ വെച്ച് മരണപ്പെട്ടാൽ അല്ലെങ്കിൽ മർദ്ദിക്കപ്പെട്ടാൽ അവൻ്റെ അവകാശം നേടിക്കൊടുത്തുകൊണ്ട് അവനെ സഹായിക്കണമെന്ന് പരസ്പരം കരാർ ചെയ്യുകയും ചെയ്തു. ഇതിൽ നബി തിരുമേനിയും പങ്കുകൊണ്ടിരുന്നു. പിൽക്കാലത്ത് അദ്ദേഹം പ്രവാചകനായപ്പോൾ പറഞ്ഞത്, അബ്ദുല്ലാഹി ബിൻ ജദ് ആൻ്റെ വീട്ടിൽ വെച്ച് നടന്ന സഖ്യത്തിൽ ഞാനും പങ്കെടുത്തിരുന്നു. ഞാനതിനെ ചെമന്ന ഒട്ടകത്തേക്കാൾ വിലമതിക്കുന്നു. ഇസ്ലാമിലും അത്തരമൊരു സഖ്യത്തിന് ക്ഷണിക്കപ്പെട്ടാൽ ഞാനത് സ്വീകരിക്കും. വംശീയതയാൽ പ്രചോദിതമായിരുന്ന ജാഹിലിയ ദുരഭിമാനത്തോട് തികച്ചും എതിരായിരുന്നു ഈ കരാറിൻ്റെ സ്പിരിറ്റ്. ഈ സഖ്യത്തിന് ഇങ്ങനെയൊരു കാരണം പറയപ്പെടുന്നു. സുബൈദിൽ നിന്നൊരാൾ തൻ്റെ ചരക്കുകളുമായി മക്കയിൽ വന്നു. ആസ് ബിൻ വായിൽ അസ്സഹ്മി അദ്ദേഹത്തിൻ്റെ സാധനങ്ങൾ വാങ്ങി. വില നൽകിയില്ല. അപ്പോൾ അയാൾ തൻ്റെ സഖ്യകക്ഷികളായ അബ്ദുദ്ദാർ, മഖ്സൂം, ജംഹ്, സഹ്, അദീർ എന്നിവരോട് സഹായം അഭ്യർത്ഥിച്ചെങ്കിലും അവരാരും പരിഗണിച്ചതു തന്നെയില്ല. ഉടനെ അബൂ ഖുബൈസ് മലയിലേറി താൻ മർദ്ദിക്കപ്പെട്ടതായി ഉറക്കെ ഗാനമായി ആലപിച്ചു. ആ വഴിയിലേക്ക് നടന്നു പോവുകയായിരുന്ന സുബൈർ ബിനു അബ്ദുൽ മുത്തലിബ് ഇത് കേൾക്കുകയും പരിഹാരമാർഗം തേടുകയും ചെയ്തു. അങ്ങനെയാണ് മേൽപ്പറഞ്ഞ സഖ്യം രൂപപ്പെടുന്നത്. സഖ്യം രൂപപ്പെട്ട ഉടനെ അസ്ബിൻ വായിലിൽ നിന്ന് കച്ചവടക്കാരൻ്റെ അവകാശം വാങ്ങിക്കൊടുക്കുകയും ചെയ്തു.